നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കക്കെടുതി രൂക്ഷം. താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് മാസങ്ങൾ. സാമ്പത്തിക സ്ഥിതി അതീവ ശോചനീയ സ്ഥിതിയിലെന്ന് തൊഴിലാളികൾ. പാലാ പൊൻകുന്നം റോഡിൽ പച്ചാത്തോടിന് സമീപം നിർത്തിയിട്ട ലോറിയിൽ സ്കൂട്ടർ ഇടിച്ചു. 2 യുവാക്കൾ മരിച്ചു, ഒരാളുടെ നില ഗുരുതരം. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കക്കെടുതി രൂക്ഷമായി തുടരുന്നു. കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം വെള്ളം കയറി. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കക്കെടുതി അതിരൂക്ഷം. ആളുകളെ വീടുകളിൽ നിന്നും മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഗമൺ, തീക്കോയി ഭാഗങ്ങളിൽ നിന്നും മഴവെള്ളം ഒഴുകിയെത്തി ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയെ മുക്കി. അയർക്കുന്നത്ത് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. തിരുവഞ്ചൂർ പറമ്പകര ലക്ഷം വീട് കോളനി കണിയാംകുന്നേൽ ശരൺ PS ആണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. കനത്ത മഴയിൽ ശരണിന്റെ വീടും പരിസരവും ദിവസങ്ങളായി വെള്ളത്തിലാണ്. ജലനിരപ്പ് ഉയർന്നതോടെ മുറ്റത്ത് വെച്ചിരുന്ന വാട്ടർ ടാങ്ക് പാടശേഖരത്തിലേക്ക് ഒഴുകിപ്പോയതോടെ ഇതെടുക്കാൻ ഇറങ്ങിയപ്പോൾ മുങ്ങിപ്പോകുകയായിരുന്നു. 2018 പ്രളയത്തേക്കാൾ രൂക്ഷമാണ് ഇത്തവണ വെള്ളപ്പൊക്കമെന്ന് നാട്ടുകാർ പറയുന്നു. കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വീടുകളെല്ലാം വെള്ളത്തിനടിയിലായി. ആളുകളെ പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും സേവന പ്രവർത്തകരും വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടത്തിവരുന്നു. വീടുകളിൽ കുടുങ്ങിയവരെ ഡിങ്കി ബോട്ടുകളിൽ കരക്കെത്തിച്ച ശേഷം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. കിടപ്പ് രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ 2018 വെള്ളം കൂടുതലാണ്. വീട്ടിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? വീട്ടിൻ്റെ അവസ്ഥ വീട്ടിൽ കയറാൻ മേലാത്ത അവസ്ഥയാണ്. ഒരു ചങ്കിന് മേലെ വെള്ളമുണ്ട് വീട്ടിന്. ഇപ്പോൾ എങ്ങോട്ട് മാറും? ഞാൻ വഴി വേറെ ഒന്നുമില്ല, നോക്കി. അത് ക്യാമ്പൊന്നുമില്ല. ഒരധികൃതകളുണ്ട്, ക്യാമ്പുമില്ല, ഒന്നുമില്ല. അത് ക്യാമ്പ് സംഘടിപ്പിക്കും, അതൊന്നുമില്ല. നമ്മുടെ അയ്മനം ഇതിൽപ്പെട്ടാണ് പഞ്ചായത്തിൽ. പ്രധാന റോഡുകളിലെല്ലാം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. കോട്ടയം ചേർത്തല റൂട്ടിൽ ജില്ലാ കളക്ടർ വാഹന ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പാലാ ഈരാറ്റുപേട്ട റോഡിലും വാഹന ഗതാഗതം സ്തംഭിച്ചു. മീനച്ചിലാറിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശങ്ങൾ അനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും ഉള്ള കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടണമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. 9446 562236 എന്നതാണ് ജില്ലാ കൺട്രോൾ റൂമിലെ ഫോൺ നമ്പർ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ അറിയിച്ചു. എല്ലാ മേഖലകളിലും ജനങ്ങൾ ജാഗ്രത തുടരണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കോട്ടയം ജില്ലയിൽ പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ പൊതുവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ പറഞ്ഞു. മീനച്ചിലാറിന്റെയും മണിമലയാറിന്റെയും തീരമേഖലകളിലും കോട്ടയം താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഇന്ന് ജില്ലയിൽ റെഡ് അലേർട്ടും വരും ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ടും നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാ മേഖലകളിലും ജാഗ്രത തുടരണം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരുന്നു. വെള്ളം കയറിയ മേഖലകളിൽ നിന്നും റവന്യൂ, ഫയർഫോഴ്സ്, പോലീസ് വകുപ്പുകളും NDRFും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒഴിപ്പിക്കുന്ന ആളുകളെ താമസിപ്പിക്കുന്നതിനായി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണ്. ക്യാമ്പുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളും അവശ്യ വസ്തുക്കളും ഭക്ഷണവും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വെള്ളം ഇറങ്ങുന്നതിനനുസരിച്ച് വീടുകൾ ശുചീകരണം നടത്തി താമസയോഗ്യമാക്കുന്നതിന് വേണ്ട പിന്തുണ ഉറപ്പാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റോഡുകൾ, വൈദ്യുതി, കുടിവെള്ള വിതരണ സംവിധാനങ്ങൾ എന്നിവയ്ക്കുണ്ടായ നാശനഷ്ടം കണക്കാക്കുന്നതിനും പരിഹരിക്കുന്നതിനും പൊതുമരാമത്ത് വകുപ്പും KSEBയും വാട്ടർ അതോറിറ്റിയും നടപടികൾ സ്വീകരിച്ചു വരുന്നു. വസ്തുവകകൾക്കും കന്നുകാലികൾക്കും കൃഷിക്കുമുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്കെടുപ്പ് ബന്ധപ്പെട്ട വകുപ്പുകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് വേതനം ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. വേതനം മുടങ്ങിയതോടെ കുടുംബ ബജറ്റ് താളം തെറ്റിയതായി ഇവർ പറയുന്നു. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടിട്ടും നിരവധി സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പാചക തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ടില്ല. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി മുടക്കമില്ലാതെ നടപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് പാചക തൊഴിലാളികൾ. വേതനം മുടങ്ങിയതോടെ കുടുംബ ചെലവുകൾ, ചികിത്സ, കുട്ടികളുടെ വിദ്യാഭ്യാസം,
വായ്പാ തിരിച്ചടവ് തുടങ്ങിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ പലരും പ്രയാസപ്പെടുകയാണ്. വേതനം ലഭിക്കാത്ത സാഹചര്യത്തിൽ കടം വാങ്ങിയും മറ്റുള്ളവരുടെ സഹായം തേടിയുമാണ് പല കുടുംബങ്ങളും മുന്നോട്ടു പോകുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ട് ഈ മാസം കൂടെ ആകുമ്പോൾ 2 മാസം ശമ്പളമാകും കിട്ടിയിട്ട്. ഞങ്ങൾ എങ്ങനെയാണ് കഴിയുന്നതെന്ന് പോലും ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നമുക്കാരും ഇല്ലാത്തതൊക്കെയാണ്. ഈ പണികളിലാണ് ഞങ്ങൾ കഴിയുന്നത്. ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് പാചക തൊഴിലാളികളുടെ സേവനം അനിവാര്യമായതിനാൽ അവരുടെ വേതനം കൃത്യസമയത്ത് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. മാസങ്ങളിലെ വേതനം കുടിശ്ശികയായതിനാൽ തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. പാചകം, ഭക്ഷണ വിതരണം, പാചകപ്പുരയും പാത്രങ്ങളും വൃത്തിയാക്കൽ ഉൾപ്പെടെയുള്ള ജോലികൾ ദിവസേന നിർവഹിക്കുന്ന ഇവർക്ക് വേതനം വൈകുന്നത് കുടുംബജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇവരുടെ വേതനം വിതരണം കൃത്യസമയത്ത് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് പരക്കെ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. പാലാ പൊൻകുന്നം റോഡിൽ തടിലോറിക്ക് പിന്നിൽ സ്കൂട്ടർ ഇടിച്ച് 2 പേർ മരിച്ചു. കാവാലം സ്വദേശികളായ ശരത് ലാൽ, നിധിൻ എന്നിവരാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന കാവാലം സ്വദേശി മനീഷ് അരുണാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാലാ പൊൻകുന്നം റോഡിൽ പച്ചാത്തോട് പമ്പിന് സമീപം ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്മൃതി ദിനം ആചരിച്ചു. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. മന്ത്രി മോൻസ് ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്മൃതി ദിനാചരണം ഭക്തിയുടെ നിറവിൽ നടന്നു. സ്മൃതി ദിനാചരണത്തിന്റെ ഭാഗമായി രാവിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, പ്രത്യേക പൂജകൾ, പ്രാർത്ഥനകൾ, നാമജപം, ശ്രീമദ് ഭാഗവത പാരായണം എന്നിവ നടന്നു. ഭാഗവതാചാര്യൻ പരമപദം പൂകിയ ദിനത്തിൽ ഭക്തന്റെ സമർപ്പണമായി 1008 നാളികേര മഹാഗണപതി ഹോമവും ഭഗവത് സന്നിധിയിൽ നടത്തി. മന്ത്രി മോൻസ് ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഈ ശങ്കര സ്മൃതിയുടെ സന്നിധിയിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രണാമമർപ്പിക്കുകയും അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയെ ആദരവോടെ സ്മരിക്കുകയും ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയും അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയുടെ ഈ 15ാമത് ഓർമ്മ ദിനത്തിൽ, സ്മൃതി ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ ഗവൺമെന്റിന് വേണ്ടിയുള്ള ആദരവും ഇപ്രാവശ്യം മന്ത്രിസ്ഥാനത്തേക്ക് വരുവാൻ സാഹചര്യമുണ്ടായപ്പോൾ ഞാൻ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരിലും സംസ്ഥാന സർക്കാരിൻ്റെ പേരിലും അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഇവിടെ പ്രണാമം അർപ്പിക്കട്ടെ. മള്ളിയൂർ തിരുമേനി നമ്മുടെ നാടിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ആത്മീയമായ ചൈതന്യമാണ്. ഏത് പ്രതിസന്ധിയുടെ മുൻപിലും സുസ്മേരവദനായി ഭഗവത്ഗീതയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ മനുഷ്യർക്കും എപ്പോഴും ആത്മീയ ചൈതന്യം പകർന്നു നൽകിയ ദിവ്യ അനുഭവമാണ് മള്ളിയൂർ തിരുമേനിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 96 കാലഘട്ടത്തിൽ MLA ആയ സന്ദർഭത്തിൽ ഞാൻ ആദ്യം മള്ളിയൂർ ക്ഷേത്രാങ്കണത്തിലേക്ക് കടന്നു വന്ന ഈ 30 വർഷത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ മള്ളിയൂർ ക്ഷേത്രത്തിൻ്റെ ഈ വലിയ വളർച്ചയിലേക്ക് നാടിനെ നയിച്ചത് അഭിനന്ദനായ മള്ളിയൂർ തിരുമേനിയുടെ ദീർഘവീക്ഷണവും അദ്ദേഹത്തോടുള്ള ആദരവിനെ പ്രതി ഈശ്വര സന്നിധിയിലേക്ക് കടന്നു വരുവാൻ 10,000-കണക്കിന് മനുഷ്യർ താല്പര്യ സ്നേഹത്തോടെ കടന്നു വന്നുള്ളതാണ്. മള്ളിയൂർ തിരുമേനി തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ ഇന്ന് പ്രിയപ്പെട്ട മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും പ്രിയങ്കരനായ മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയും അതുപോലെ തന്നെ മള്ളിയൂർ ട്രസ്റ്റും വളരെ കാര്യക്ഷമതയോടെ മുന്നോട്ട് നയിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള നന്മകളും ഈശ്വര അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2500-ലധികം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഭാഗവത സന്ദേശം ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഭക്തരിലേക്ക് എത്തിച്ച ആത്മീയ ആചാര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത സന്ദേശമായ ഭക്തിയും ഭാഗവത ധർമ്മവും പ്രചരിപ്പിക്കുകയാണ് സ്മൃതി ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും ദിവാകരൻ നമ്പൂതിരിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനി ഭാഗത്ത് റോഡ് ഉയർത്തണമെന്ന് ആവശ്യം. മീനച്ചിലാറ്റിൽ വെള്ളം പൊങ്ങിയാൽ ഇവിടെ വർഷങ്ങളായി വെള്ളം കയറുകയാണ്. പാലായിലെ കോടതി സമുച്ചയം പ്രവർത്തിക്കുന്നതും മൂന്നാനിയിലാണ്. പാലാ ഈരാറ്റുപേട്ട റോഡിൽ മൂന്നാനി ഭാഗത്താണ് റോഡ് ഉയർത്തേണ്ടത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 100 രൂപ മാത്രമായി പദ്ധതിക്കായി ടോക്കൺ എന്ന നിലയിൽ മാറ്റിവെച്ചിരുന്നു. മാണി സി കാപ്പൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിശദമായ പഠനം നടത്താൻ തീരുമാനിച്ചു. പതിറ്റാണ്ടുകളായി ഇവിടെ വെള്ളം കയറുന്നത് പതിവാണ്.
കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ റോഡിന് സമീപം പാടങ്ങൾ നികത്തി കെട്ടിടങ്ങൾ തീർത്തതോടെ ദുരിതം വർദ്ധിച്ചു. പാലായിൽ കനത്ത മഴ പെയ്താൽ 6 കയറി കവിഞ്ഞ് റോഡിലേക്ക് എത്തും. ഇവിടെ റോഡ് നിരപ്പ് താഴ്ന്നിരിക്കുന്നതും വെള്ളം കയറിയതിന് കാരണമാകുന്നുണ്ട്. പാലായിൽ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് നിരവധി പദ്ധതികളുണ്ട്. എന്നാൽ റോഡ് ഉയർത്തുന്നതിന് തുടർ നടപടികളായിട്ടില്ല. ഇവിടെ പെട്ടെന്ന് വെള്ളം കയറി റോഡ് മുങ്ങുന്നതോടെ വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും ഭരണങ്ങാനം തീർത്ഥാടന കേന്ദ്രത്തിലേക്കും പോയവർ പാലാ വഴി തിരികെ പോകാനാവാതെ കൊടുക്കും. യാത്രക്കാർക്ക് ഇടവഴികളെ ആശ്രയിക്കേണ്ടി വരുന്നു. പാലായിലെ കോടതി സമുച്ചയം പ്രവർത്തിക്കുന്നതും മൂന്നാനിയിലാണ്. കോടതിയിൽ എത്തിച്ചേരുന്നവരും കുടുങ്ങിപ്പോകുന്നു. അടുത്ത ബജറ്റിൽ ആവശ്യമായ തുക അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുമെന്നും സർക്കാർ ഫണ്ട് അനുവദിച്ചാൽ പണി നടത്താൻ സാധിക്കുമെന്നും മാണി കാപ്പൻ എം.എൽ.എയും പറയുന്നു. ന്യൂസ് ബ്യൂറോ, പാല. കേരള സർക്കാർ സ്ഥാപനമായ LBSന്റെ പാമ്പാടി സെന്ററിൽ SSLC പാസ്സായവർക്ക് DCA, +2 പാസ്സായവർക്ക് DCAS, ഡിഗ്രി പാസ്സായവർക്ക് PGDCA എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഫോൺ 7510297507. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ വെള്ളപ്പൊക്കക്കെടുതി രൂക്ഷം. താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിൽ. നിരവധി പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. കോട്ടയം ജില്ലയിലെ പ്രകൃതിക്ഷോഭം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് വേതനം ലഭിച്ചിട്ട് മാസങ്ങൾ. സാമ്പത്തിക സ്ഥിതി അതീവ ശോചനീയ സ്ഥിതിയിലെന്ന് തൊഴിലാളികൾ. പാലാ പൊൻകുന്നം റോഡിൽ പച്ചാത്തോടിന് സമീപം നിർത്തിയിട്ട ലോറിയിൽ സ്കൂട്ടർ ഇടിച്ചു. 2 യുവാക്കൾ മരിച്ചു. ഒരാളുടെ നില ഗുരുതരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.